കനത്ത മഴയെ അവഗണിച്ച് പൂരനഗരെ ആവേശത്തിൽ ആറാടിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഗജവീരന്മാരുടെ സംഗമവേദിയായി മാറി. വൻ ജനസാഗരമാണ് ആനയൂട്ടിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് 1008 നാളികേരം, 2000 കിലോ ശർക്കര, 1500 കിലോ അവിൽ, 500 കിലോ മലർ, 50 കിലോ തേൻ, 150 കിലോ എള്ള്, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയ അഷ്ടദ്രവ്യങ്ങളാണ് ഉപയോഗിച്ചത്. 50ഓളം ശാന്തിമാർ പരികർമ്മികളായി. ക്ഷേത്രം മേൽശാന്തി പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരി ആദ്യുരുള തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് നൽകി ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മന്ത്രി OJ ജനീഷ്, MLA-മാരായ രാജൻ ജെ പല്ലൻ, ചാണ്ടിയുമ്മൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ജനപ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികൾ, ആനപ്രേമികൾ, ഭക്തർ തുടങ്ങിയവരും കരിവീരന്മാരെ വിരുന്നൂട്ടി. ഇത്തവണ 55 ആനകളാണ് ഊട്ടിൽ പങ്കെടുത്തത്. എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു, ഊക്കൻ കുഞ്ചു, പാറേമിക്കാവ് കാശിനാഥൻ, കുട്ടൻകുളങ്ങര അർജുനൻ തുടങ്ങി എണ്ണം പറഞ്ഞ കൊമ്പന്മാരും ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളും തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി അടക്കം 7ഓളം പിടിയാനകളും ഊട്ടിനെത്തി. ഊട്ടിൽ പങ്കെടുത്ത ആനകൾക്ക് 500 കിലോ അരിയുടെ ചോറ് ഉരുളകളാക്കി നൽകി. കൂടെ പൈനാപ്പിൾ, കക്കിരിക്ക, തണ്ണിമത്തൻ, കരിമ്പ്, ചോളം, പഴം തുടങ്ങിയ വിഭവങ്ങളും നൽകി. ആനയൂട്ടിനു ശേഷം അന്നദാന മണ്ഡപത്തിൽ 10,000 പേർക്കുള്ള അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. 1982 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിൽ പങ്കെടുക്കാൻ തൃശൂരിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുപോയ ആനകളെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആനകൾക്ക് അസുഖം വരികയും തുടർന്ന് ഗണപതി ഹോമവും ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനയൂട്ട് ആരംഭിക്കുകയുമായിരുന്നു. തുടക്കത്തിൽ 12 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ 8687 കാലഘട്ടത്തിൽ 93 ആനകൾ വരെ പങ്കെടുത്തിരുന്നു. പിന്നീട് ആനകൾക്ക് ക്ഷാമവും നിയന്ത്രണവും വന്നതോടുകൂടി ആനകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ആനയൂട്ട് ഓരോ വർഷവും മികച്ച രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.